ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടേൽസ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ന്യൂ കാസിൽ അപ്പോൺ ടൈനിലാണ്. ഇവിടെ ഞങ്ങൾ അബിയുടെ ചേച്ചിയുടെയും ചേട്ടനും ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആൻഡ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്ന് നമ്മൾ ആക്ച്വലി വന്നിട്ടിപ്പം ഇത് 3rd ഡേ ആണ്. നമ്മൾ മിനിഞ്ഞാന്ന് രാത്രിയാണ് എത്തിയത്. ഇന്നലെ ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. ഇവിടെ ക്വീസൈഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി. പക്ഷെ അതൊന്നും നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ചിന്തിച്ചില്ല. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലാണ്. ബീച്ചിൻ്റെ പേര് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ നമ്മളിന്ന് ബീച്ചിലും പോകുന്നുണ്ട്, പിന്നെ നമ്മളൊരു പാർക്കിലും പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഫുള്ളി പാക്ഡ് ഒന്നുമല്ല, കാരണം നമുക്കിവിടെ വന്ന് കുറച്ച് ഫാമിലി ടൈമും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി കാണാം. ഞാൻ സെറ്റാഫിലായിരുന്നു ഉപയോഗിക്കുന്നത് നാട്ടില്. സെറ്റാഫിലിന്റെ അയ്യോ ഞാൻ ടിഷ്യൂ എടുത്തില്ല. അയ്യോ ഞാനും എടുത്തിട്ടില്ല. നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങിക്കാം. എന്റെ ചിലപ്പോ ജാക്കറ്റ് നീ എടുത്തില്ല. നമ്മൾ പോവുകയാണ്. എങ്ങോട്ടേക്കാ നമ്മൾ പോകുന്നത്? എങ്ങോട്ടാ? ബീച്ചിലേക്ക് പോവാണ്. എന്തോ നിങ്ങൾ ശരിക്കും പക്ഷേ എന്ത് പഴയ നാട്ടിലായിരുന്നു ജീവിക്കുന്നത്. 1 2 3 4 5 വലിയ പിള്ളേരെ 1 2 3 ഇറങ്ങാൻ പറ്റില്ല, കൈ ഇറങ്ങാൻ പറ്റില്ല. തോറ്റതാ. പ്ലീസ് പ്ലീസ്. എൻ്റെ കയ്യിലെ ഫാൻസി ചെയിൻസ്. ഞങ്ങൾ വരുന്ന വഴി കുറച്ച് സ്കൂൾ പിള്ളേർ വിൽക്കുന്നുണ്ട്. എക്സൈറ്റഡ് സപ്പോർട്ട് ചെയ്യാം. ഒരു അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇപ്പം എനിക്ക് ഒരു ചെറിയ റിഗ്രറ്റ് എന്ന് വെച്ചാൽ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇന്നലെ പോയതിൻ്റെ. നല്ല അടിപൊളിയായിരുന്നു. ന്യൂ കാസിൽ ഒട്ടുമിക്ക ആൾക്കാരും മെട്രോയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് ബീച്ചിലേക്കാണ്. ആൻഡ് അത് കണക്റ്റഡ് മെട്രോ ആണ്. സെൻറ്റ് ജെയിംസ് ആ റൂട്ട് പോകുന്ന മെട്രോ ആണ് നമുക്കിപ്പോൾ കയറേണ്ടത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കുഴി കിടക്കല്ല. യു കെയിൽ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ ഒരു കാര്യമാണിത്. മനുഷ്യർക്കേ പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഇവിടെ ഡോഗ്സിനും പെർമിഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡോഗൊക്കെ ഇങ്ങനെ ബീച്ചിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ട്രെയിൻ യാത്ര അത്രയ്ക്ക് മടുക്കത്തില്ല. ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും ഇതേ നോക്ക്, ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ട കാഴ്ച. ആൻഡ് നമ്മൾ ഫൈനലി ബീച്ച് ഇവിടുന്നേ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഹെഡ് ചെയ്യുന്നത് ലോങ് സാൻഡ് ബീച്ചിലേക്കാണ്. സമ്മർ ഡേ ആയിരുന്നു, അന്ന് നല്ല വെതറായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം നല്ല ബ്രൈറ്റ് വെതറാണ്. ബട്ട് സ്റ്റിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മെട്രോയിൽ നമുക്ക് അക്കമ്പനി ചെയ്യാനായിട്ട്. അതായത് എല്ലാവരും ഇറങ്ങുന്ന ദിവസം പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തിയപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ കുട്ടി കുട്ടി സ്റ്റോൾസ് ഉണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ. ഫുഡ് ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, പെയിൻറ്റിങ്സ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് വിശേഷങ്ങൾ കണ്ടോളൂ. നമ്മൾ ടൈൻമൗത്ത് സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടുന്ന് ഇച്ചിരി വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അബീനെ വിളിക്കും ഇതൊക്കെ കണ്ടു. എനിക്കിങ്ങനെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഞാനിങ്ങനെ പറയായിരുന്നു താഴോട്ട് നോക്കി നടക്കണം, കാരണം നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഡോഗിൻ്റെ മേളിൽ കാല് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ നോക്ക് ഗൈസ്, ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ഉള്ളവർക്കൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എനിക്കെന്തോ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ആ സെഷനിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ മാറി. എനിക്ക് തോന്നുന്നു ക്യാമറയും കൊണ്ട് അബി അവിടെ സ്റ്റക്കായിപ്പോയി. ആൻഡ് ഇത് വന്നിട്ട് ഞാൻ പറയില്ലേ, ഡോഗ്സിന് ഇവരുടെ ലൈഫിൻ്റെ ഒരു ഭയങ്കര ഒരു പാട്ടാണ്. അപ്പോൾ ഈ കടയിൽ ഇങ്ങനെ ഡോഗ്സിനുള്ള ക്യൂട്ട് സ്റ്റഫ്സൊക്കെ ഉള്ളൊരു കടയായിരുന്നു. നമ്മളിങ്ങനെ എവിടെ ഇങ്ങനത്തെ ഇത് കണ്ടാലും ഞങ്ങൾ ടോബീനെ ഓർത്തിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കും. ആൻഡ് ഞാൻ ഇന്നലെ ഞങ്ങൾ ന്യൂ കാസിൽ കുറേ വിസിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ ആ ഒരു ബാക്കിലത്തെ ആ പിക്ചേഴ്സിലൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ആൻഡ് ചേച്ചി എന്നോട് ഇങ്ങനെ എന്തെങ്കിലും വേണോ നീ നോക്കുന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ വാങ്ങാൻ മാത്രം ഒന്നും തോന്നിയില്ല. എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്.
അത് മതി. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങൾ പോയതാണ് ഈ സ്ഥലത്തൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ ക്വീ സൈഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 4-5 ബ്രിഡ്ജസ് ആണ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. നമ്മൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെ ഒരുപാട് ബ്രിഡ്ജസും ഒക്കെ വന്നിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു. സോറി എനിക്കൊന്നും വീഡിയോ എടുക്കാൻ അപ്പോൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. നമ്മളെല്ലാം ഇങ്ങനെ വീഡിയോ അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ. ആൻഡ് നിങ്ങളെ അങ്ങനെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ കാണിക്കാമെന്ന് വെച്ചു. ഇതും നമ്മൾ പോയ സ്ഥലമാണ്. ഇത് നമ്മൾ ഇനി വരുന്ന വഴിക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ അതിൻ്റെ ഒരു പിക്ചറാണ്. ലൈക്ക് നമ്മൾ ഇങ്ങോട്ട് പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അത് കവർ ചെയ്തത്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് ന്യൂ കാസിലാണ്. അപ്പോൾ നമ്മൾ കാസിൽ വന്നിട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാതെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പോയത്. കാരണം നമുക്കൊരു സ്റ്റാച്ചു കാണാമെന്ന് വിചാരിച്ചു. കാരണം ഈ റൂട്ട് അധികം ആൾക്കാരെടുക്കില്ല. അപ്പം നമ്മൾ ആ റൂട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കാസിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് ഇവർ 3 പേരും കയറിയിട്ടുള്ളൂ. അപ്പോൾ വലുതായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വിട്ടേക്കാം. സോ ഇതാണ് നമ്മൾ കണ്ട ബീച്ചിൻ്റെ അതർ സൈഡ്. അപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു സത്യത്തിൽ. അയ്യോ ഇത്രയേ ഉള്ളൂ, പോരാത്തതിന് ഇങ്ങനെ വെള്ളം ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് വരുന്നു. ഇഷ്ടപ്പെട്ടോ? മനോഹരമായ സ്ഥലം. പക്ഷെ ഇവനിവിടെ വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വരാത്ത. പക്ഷെ ഇപ്പം കടല് കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. നമ്മുടെ സ്പോട്ട് ഇതാണ്. നമ്മൾ ആ സ്റ്റേച്ചുവിൻ്റെ അടുത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സണ്ണിയാന്നൊക്കെ ഓർത്തിരുന്നേ. പക്ഷെ എനിക്ക് ജാക്കറ്റിന്റെ അത് ഇവിടെ കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് കാറ്റടിച്ച് തണുക്കുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ അവിടെ എത്തി ഗൈസ്. ഇയാൾ ആരാന്നൊക്കെ ഞാൻ അടുത്ത് പോയി വായിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു വ്യൂ. ആൻഡ് ഞാൻ എന്തൊക്കെ ഷോട്ടാണ് ഗൈസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാനല്ല, ഇതെൻ്റെ ഭർത്താവ് എടുത്തതാണ്. ചുമ്മാ അല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരം പറയാണ് ഗൈസ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ന്യൂ കാസിൽ എന്ന് പറയുന്നത് നമ്മുടെ നോർത്തേൺ എൻഡ് ഓഫ് ഇംഗ്ലണ്ടാണ്. അപ്പം ഇവിടെ തന്നെ പണ്ട് ഭയങ്കര യുദ്ധങ്ങളൊക്കെ ആയിരുന്നു. സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ഒക്കെ തമ്മിലൊക്കെ വാറായിരുന്നുകൊണ്ട് ആ സമയത്ത് പ്രൊട്ടക്ഷൻ പോലെ ഇവിടെ കുറേ കാസിൽസ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ വന്ന് നിൽക്കുന്ന സ്റ്റാച്ചു ഇതുമായിട്ടൊന്നും ബന്ധമില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ വളവളാന്ന് പറയാം. ഞാൻ പറയാം നമുക്ക് അവിടെ ചെന്ന് നോക്കിയിട്ട് വായിച്ചിട്ട് ബാക്കി തള്ളാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ് ഗൈസ്. ഇങ്ങനെ ആരാന്ന് നമുക്ക് അവിടെ അടുത്ത് പോയി ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ മേളിൽ നിന്ന് ഒരു വളരെ അടിപൊളി വ്യൂ ആണെന്ന്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ ടൈമൗത്ത് വരുന്നവർ നിങ്ങൾ ഈ ഒരു സ്ഥലം മസ്റ്റായിട്ടും വന്നിരിക്കണം. ഇവിടെ വളരെ കുറച്ച് ടൂറിസ്റ്റുകളെ വന്നുള്ളായിരുന്നു. പക്ഷേ നമ്മൾ അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് ഫുൾ കാണാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാറത്ത്. നിങ്ങൾ ഇതിൽ കാണുന്ന പോലല്ല കേട്ടോ, കുറച്ചുകൂടെ അടിപൊളിയാണ്. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നു ഗൈസ്. ഞാൻ എന്താ കാണിക്കുക എനിക്ക് അറിഞ്ഞൂടാ. ഈ കാനനിലോട്ട് കേട്ടോ, ഈ ആംഗിളിൽ നിന്ന് പുള്ളിയുടെ എല്ലാം മുണ്ടാണ്ട് എടുത്തിട്ടുണ്ട്. ഓ ഞാൻ വെറുതെ പറഞ്ഞത് എന്റെ പൊന്നോ. യോ എനിക്ക് തല ഇറങ്ങുന്നു ചെറുതായിട്ട്. തല അങ്ങോട്ട് ഒരു പാട്ട് കിട്ടുന്നില്ലല്ലോ. സോ ഗൈസ്, ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് ട്രഫാൾഗർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസും സ്പെയിനും കൂടി ഇംഗ്ലണ്ടിനെ അറ്റാക്ക് ചെയ്ത ഒരു വാറായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നേവീനെ ലീഡ് ചെയ്ത ഒരു ഷിപ്പ് ലീഡ് ചെയ്ത പുള്ളിയാണ് അഡ്മിറൽ ലോർഡ് കോളിംഗ്വുഡ്.
അപ്പോൾ അയാളുടെ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഇതിൻ്റെ മേളിൽ നിന്നിട്ട് നമുക്കൊരു ഭയങ്കര നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ആൻഡ് ബാക്കിൽ നമുക്ക് കാസിൽ വരുന്നുണ്ട്. കാസിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഫൈറ്റ്സിനൊക്കെ ഒരു ബൗണ്ടറി പോലെ ഒരു പ്രൊട്ടക്ഷൻ പോലെ വെച്ചിരിക്കുന്നതാണ്. ഇല്ല ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കിഡിലൻ വെതർ നോക്കിയിട്ടാണ് ഞങ്ങൾ ബീച്ചിൽ പോയത്. അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു അവിടെയുള്ള എല്ലാവരും വെതർ നോക്കി എല്ലാവരും ബീച്ച് ഡേ ആയിട്ട് വിചാരിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം അതുമാതിരി ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളിപ്പോൾ കാണുന്നത് ലോങ് സാൻഡ് ബീച്ച് അല്ല, ഇത് ജസ്റ്റ് നമ്മൾ ആ ടൈം ഔത്തിൻ്റെ കാസിലിൻ്റെ ലെഫ്റ്റിൽ നിന്ന് ബീച്ച് തുടങ്ങുകയാണ്. ആൻഡ് ഇവൻ നമ്മളെ ലിയോ കുട്ടനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ആൻഡ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കുറേ പെറ്റ് പേരൻസിനെ കാണാം. ആൻഡ് റിയൽ പേരൻസ് ഇങ്ങനെ റിയൽ പേരൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇസ് ഇറ്റ് ഇവൻ എ വേർഡ്? ഞാൻ ഉദ്ദേശിച്ചത് കുറേ ആൾക്കാർ മക്കളുമായിട്ടും വരും. ആൻഡ് ഇവരെ മേച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നോക്കിയതാ എക്സ്റ്റേണൽ പ്രഷേഴ്സും ഉണ്ട് ഒരുപാട്. ആൻഡ് ഞങ്ങളങ്ങനെ നടന്നു. ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. അപ്പോൾ താഴെ നോക്കിയാൽ നമുക്ക് കാണാം കുറേ പേര് അവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആൻഡ് ഇവരൊക്കെ ഫുൾ പ്രോപ്പർ സെറ്റപ്പിലാണ് കേട്ടോ വരുന്നത്. ഇപ്പം ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ബീച്ചൊക്കെ കാണുന്നു. അങ്ങോട്ടല്ലേ അങ്ങനെ നമ്മൾ ഫൈനലി ലോങ് സാൻഡ് ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ സമയം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ ഒരു വെഡ്ഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. എന്താ ആ കുസൃതിക്കുട്ടന്മാർ ഇവിടം വരെ എത്തി. ഒരു ഡോഗിനെയൊക്കെ ഓക്കെ മാനേജ് ചെയ്യാം, പക്ഷേ ഈ 3 പേരെയും 4 പേരെയും കൊണ്ടൊക്കെ വരുന്ന ആൾക്കാർ എനിക്കറിയത്തില്ല. ലൈക്ക് എന്തൊരു ഡെഡിക്കേഷനും എന്തൊരു ക്ഷമയും വേണം. നിങ്ങൾ നോക്കിയേ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ തന്നെ മനുഷ്യരെക്കാളും കൂടുതൽ ഡോഗ്സിനെയാണ് കാണാൻ പറ്റുക. ആൻഡ് നമ്മൾ കുറേ മാരേജസ് കണ്ടു. ആൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. അബിയുടെ ക്യാമറ പിന്നെ അങ്ങോട്ടേക്കേ പോകത്തുള്ളൂ. നമ്മുടെ ടോബിജീനെ ഒരുപാട് മിസ് ചെയ്തു. ആൻഡ് ഇങ്ങനെ പ്രോപ്പറായിട്ട് പിക്നിക്കും പിന്നെ കുറേ ആൾക്കാർ ഗെയിംസും ഒക്കെ ആയിട്ട് ശരിക്കും പേരൻറ്റ് ചിൽഡ്രൻ ബോണ്ടിങ് ഒക്കെ നമുക്കിവിടെ ശരിക്കും കാണാൻ പറ്റും. ആൻഡ് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഏതെങ്കിലും ഒരു കുട്ടീനെ സ്കെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആളുടെ പോക്കും ഈ കളിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ശരിക്കും ടൈം പോകുന്നതേ അറിയത്തില്ല. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ക്ലിയർ സ്കൈ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഞാൻ ജാക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, കാരണം നല്ല തണുപ്പായിരുന്നു ഗൈസ്. എനിക്ക് കോണിൻ്റെ പോയാൽ പിന്നെ ഐസ്ക്രീം കഴിക്കണമല്ലോ. പക്ഷെ നിങ്ങൾ ഐസ്ക്രീം ജാക്കറ്റിലൂടെ ആക്കി കഴിക്കരുത് ഗൈസ് എന്നെ പോലെ. ആൻഡ് ഞങ്ങൾ അതിന് ശേഷം ഞങ്ങളൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ പോയി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര നൈസായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തിയായിരുന്നു, ജസ്മൻഡെയിൻ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വന്നോ കുട്ടേട്ടാ? അപ്പോൾ ഞങ്ങൾ ജസ്മൻഡെയിൻ എന്ന് പറയുന്ന വലിയൊരു പാർക്കാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യുവാണ്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഗൈസ്. എനിക്ക് ഫോട്ടോയിൽ അത്രയും അടിപൊളിയായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. വീഡിയോയിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസകരമായ ഒരു വഴിയൊക്കെ ആയിരുന്നു, നല്ല ഇരുട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ബിറ്റ്സൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ വന്നപ്പോൾ അടുത്ത വെഡിങ് നമ്മൾ കണ്ടു. ഈ ഇംഗ്ലീഷ് വെഡ്ഡിങ്സൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ? ഞാൻ ഈ സീരീസിലും മൂവീസിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. എന്താ
നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഒരു അടിപൊളി വാട്ടർഫോളൊക്കെ കണ്ടു. അപ്പോൾ ചേട്ടൻ എനിക്കെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുവാണ്. ഈ സ്ഥലം ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും മറന്നു പോകുമായിരുന്നു. ഇതിൻ്റെ പേര് ജസ്മൺ ഡെയിൻ എന്നാണ് കേട്ടോ പേര്. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ്. പാർക്കെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം നമ്മൾ ഒരുപാട് പാർക്സിലൊക്കെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു നേച്ചർ പാർക്കാണ്. ആൻഡ് നിങ്ങൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വാട്ടർ മില്ലൊക്കെയാണ്. ഞാനിവിടെ കിടന്ന് എന്തൊക്കെയോ പൊട്ടത്തരം പറയുന്നുണ്ട് ഗൈസ്. ഞാനതാണ് ഇതെല്ലാം വോയിസ് ഓവർ ചെയ്യുന്നത്. എന്തൊരവസ്ഥയൊന്നും ആലോചിച്ച് ചേട്ടൻ എനിക്ക് പറഞ്ഞു തരും. ഞാൻ പക്ഷെ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അങ്ങനെ എന്തായാലും നിങ്ങൾ ഞാൻ കിടന്ന് പറഞ്ഞതല്ലേ, നിങ്ങളൊന്ന് കേട്ട് നോക്കും. കാണാം. ഇതെന്താ സോറി ഗൈസ്, അവർക്ക് ക്യാമറയുടെ ഫ്രണ്ട് വരാൻ താല്പര്യമില്ല. അപ്പോൾ ഈ വെള്ളം കറങ്ങിയിട്ട് ആ വീല് വഴി കറങ്ങിയൊക്കെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് എന്നാണ് ചേട്ടൻ പറഞ്ഞു തന്നത്. തെറ്റാണെങ്കിൽ ഗൈസ്, നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് വാട്ടർ മില്ല്. അപ്പോൾ അതിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടോ നമുക്ക് ഈ സൈഡ് നോക്കി. ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്ററി ആയാലോ. ഈ ജസ്മൺ പാർക്ക് പബ്ലിക്കിന് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഇത് ഓൺ ചെയ്തിരുന്നത് വില്യം ആംസ്ട്രോങ് എന്ന് പറയുന്നത് വലിയൊരു സയൻറ്റിസ്റ്റ് കം എൻജിനീയർ ആയിരുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. അതായത് ദ ഫസ്റ്റ് ഹൗസ് ടു റൺ ബൈ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, അത് പുള്ളിയാണ് ചെയ്തത്. ആൻഡ് ദാറ്റ്സ് എ ബിഗ് ഡീൽ അല്ലേ. 80s ജീവിച്ചിരുന്ന വലിയൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ ആൾക്ക് വെഡ്ഡിങ്ങിന് വേണ്ടി ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു സ്ഥലം. ആൻഡ് ലേറ്റർ ഓൺ പുള്ളി അവിടെ കുറേ ഹെർബ്സും ചെടികളും കുറേ പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഫോണ ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ലേറ്റർ അതവർ പബ്ലിക്കിന് പാർക്കായിട്ട് ലെഷർ സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഇതാണ് ചെറിയൊരു ഹിസ്റ്ററി. ആൻഡ് ഭയങ്കര അടിപൊളിയായിട്ടാണ്. അപ്പോൾ വലിയ അന്ന് നട്ട മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആയിരിക്കാം മേ ബി നമ്മൾ ഇന്ന് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഫീൽസ് ഗ്രേറ്റ്. ടൈഗർ കേവ് ടെമ്പിൾ. ചേട്ടൻ അവിടുത്തെ ആളാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സമയം അറിയത്തില്ല. നല്ല കമ്പനി അല്ല പെട്ടെന്ന് എത്തി കേട്ടോ. ഞാൻ അന്നത്തെ നടപ്പ് നമ്മൾ കുറച്ച് നടന്നു വന്നപ്പോൾ അതാ ഇവിടെ ഇങ്ങനൊരു സെക്ഷൻ കണ്ടു. ഇവിടെ ചേച്ചി ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയായിരുന്നു ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ബേർഡ്സിനെയും ആനിമൽസിനെയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു റെഫ്യൂജി ക്യാമ്പ് പോലാണ്. അതാ നമുക്ക് എല്ലാം മയിലും പിന്നെ മുയലും അങ്ങനെ എന്താ പറയുക, അവർ സേവ് ചെയ്തുകൊണ്ട് വരുന്ന ഒരുപാട് മൃഗങ്ങളെ ഇങ്ങനെ ക്യാമ്പിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടത്തെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓഫീസിൽ നിന്ന് ഇതുപോലത്തെ എന്താ പറയുക കുറച്ച് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അവർ ഇനിഷ്യേറ്റീവ്സ് എടുക്കും. അങ്ങനെ ചേച്ചിയുടെ ഓഫീസിൽ നിന്ന് ചേച്ചി ഇവിടെ സ്ഥിരം വരുന്നതായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ കവർ ചെയ്തു. എൻ്റെ കണ്ടു കുഞ്ഞു ക്യൂട്ട് മുയലുകളൊക്കെ. നമ്മളിതാ ഓൾമോസ്റ്റ് എക്സിറ്റ് അടിക്കാൻ ആയിരിക്കുകയാണ്. പാർട്ട് എനിക്ക് പറയാൻ കുറച്ച് സങ്കടമുണ്ട്. അതായത് ആ പെറ്റ്സൊക്കെ മരിച്ചു പോകുമ്പോൾ അവരിതാ ഇങ്ങനെ ചെറിയ കല്ലറയൊക്കെ വെച്ച് അങ്ങനെ. എങ്ങനെ പോയി ഇതിനകത്ത്? നിങ്ങൾക്ക് ഈ ന്യൂ കാസിൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.